നമസ്കാരം. മലയാളി വാർത്ത ഇൻഡപ്തിലേക്ക് സ്വാഗതം. പിറവം സ്വദേശിയായ CA വിദ്യാർത്ഥിനി മിഷേൽ ഷാജിയെ അങ്ങനെയൊന്നും പെട്ടെന്ന് മലയാളികൾക്ക് മറക്കാൻ കഴിയുകയില്ല. മിഷേലിന്റെ ആ ചിത്രം, മിഷേലിന്റെ മുഖം, ആ കണ്ണുമൊന്നും പെട്ടെന്ന് മലയാളിക്ക് മറക്കാൻ കഴിയുകയില്ല. മിഷേൽ ഷാജിയെ കൊച്ചി കായലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം 7 വർഷത്തിനപ്പുറവും ദുരൂഹമായി തന്നെ തുടരുകയാണ്. ആത്മഹത്യ എന്ന ലോക്കൽ പോലീസ് തീർപ്പ് കൽപ്പിച്ച കേസിൽ നീതിക്കായി മിഷേലിന്റെ കുടുംബം ഇന്നും പോരാടുകയാണ്. പിറവം മുള്ളുകുളം വളക്കങ്കര പെരിയപ്പുറം എണ്ണയ്ക്കാപ്പിള്ളയിൽ ഷാജി വർഗീസിന്റെയും സൈലമ്മയുടെയും മകളായ മിഷേലിനെ 2017 മാർച്ച് 5-നാണ് കാണാതാകുന്നത്. പിറ്റേന്ന് വൈകിട്ട് മൃതദേഹം കൊച്ചി കായലിൽ കണ്ടെത്തി. ആത്മഹത്യയാണ് എന്ന് പറഞ്ഞ് പോലീസ് കാര്യമായ അന്വേഷണം നടത്തിയില്ല. എന്നാൽ മകളുടെ മരണം ആത്മഹത്യയല്ല എന്ന് ഷാജി വർഗീസും കുടുംബവും തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നു. മിഷേലിന്റെ മൃതദേഹത്തിൽ നിന്ന് തുടങ്ങുകയാണ് കുടുംബത്തിന്റെ സംശയങ്ങൾ. ശരീരത്തിൽ ആരോ ബലമായി പിടിച്ചതിന്റെ പാടുകൾ, മുഖത്ത് നഖം ആഴത്തിൽ ഇറങ്ങിയതിന്റെ പാട്, ചുണ്ടുകൾ മുറിച്ചതിന്റെ പാട്, ഒരു കമ്മൽ ചെവിയിൽ നിന്ന് വലിച്ചു പറിച്ച അവസ്ഥയിൽ, വലത് കൈയിൽ 4 വിരലുകളിൽ ആരോ വലിച്ചു പിടിച്ച് അമർത്തിയ അവസ്ഥ. പക്ഷേ ഇതൊന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും ഇതൊന്നുമില്ല. ഇതൊക്കെ ആരുടെയോ സമ്മർദ്ദത്തിൽ തിരുത്തിയെന്ന് കുടുംബം വിശ്വസിക്കുന്നു. സംഭവം നടന്നതിന്റെ പിറ്റേ ദിവസം ഗോശ്രീ പാലത്തിന്റെ ഭാഗത്തേക്ക് മിഷേൽ നടന്നു പോകുന്നുവെന്ന തരത്തിലൊരു CCTV ദൃശ്യം പുറത്തു വന്നിരുന്നു. മിഷേലിനെ പാലത്തിനടുത്ത് കണ്ടുവെന്ന സാക്ഷിമൊഴിയും എത്തി. ഇതെല്ലാം വിലയിരുത്തി പാലത്തിന് മുകളിൽ നിന്ന് കായലിലേക്ക് ചാടി മിഷേൽ ജീവനൊടുക്കി എന്നായിരുന്നു ലോക്കൽ പോലീസിന്റെ കണ്ടെത്തൽ. എന്നാൽ ഇത് അപ്പാടെ തള്ളിയ കുടുംബം മകൾ ജീവനൊടുക്കില്ല എന്ന് ഉറപ്പു പറയുന്നു. 2017 മാർച്ച് 4-ന് കലൂർ സെന്റ് ആന്റണീസ് പള്ളിയിലെത്തി പ്രാർത്ഥിച്ച് മടങ്ങുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് മിഷേലിനെ അവസാനമായി ജീവനോടെ കണ്ടത്. പിറ്റേ ദിവസമാണ് ഐലൻഡ്സിലെ ഈ വാർഫിനോട് ചേർന്ന കൊച്ചി കായലിൽ മിഷേലിന്റെ മൃതദേഹം പൊങ്ങിയത്. പള്ളിയിൽ നിന്ന് മിഷേൽ ഇറങ്ങിയതിന് പിന്നാലെ 2 പേർ ബൈക്കിൽ പോകുന്നത് കണ്ടിരുന്നു. ഇവരെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചതേയില്ല. ദുർബലമായൊരു സാക്ഷിമൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിലാണ് മിഷേൽ ഗോശ്രീ 2-ാം പാലത്തിൽ നിന്ന് ചാടി മരിച്ചത് എന്ന് പോലീസ് തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത് എന്ന് മിഷേലിന്റെ അച്ഛൻ പറയുന്നു. കുടുംബം ആത്മഹത്യവാദം തള്ളി രംഗത്തെത്തിയതോടുകൂടി ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിട്ടും ആത്മഹത്യക്കപ്പുറം പുതിയൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മകൾക്ക് നീതി കിട്ടാൻ CBI വരണമെന്നാവശ്യപ്പെട്ട് മരണം നടന്ന 2-ാം വർഷം കുടുംബം തെരുവിലിറങ്ങി. ജനപ്രതിനിധികളടക്കം പ്രതിഷേധത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. എന്നാൽ മിഷേലിന്റെ മരണത്തിൽ CBI അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. എങ്കിലും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കോടതിക്ക് തൃപ്തി ഉണ്ടായിരുന്നില്ല. ചിലത് വീണ്ടും അന്വേഷിക്കാൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ കോടതി ഉത്തരവിട്ടു. മിഷേലിന്റെ മരണത്തിൽ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തിയ ക്രോണർ അലക്സാണ്ടറിന്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെട്ട SMS-കൾ വീണ്ടെടുക്കാനുള്ള ആ സാധ്യതകൾ ഒരിക്കൽ കൂടി പരിശോധിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. 60 SMS-കളാണ് മിഷേലിന്റെ സുഹൃത്തായ യുവാവ് ഡിലീറ്റ് ചെയ്തത്. 2-ാം ഗോശ്രീ പാലത്തിൽ നിന്ന് മിഷേൽ ചാടിയതിന് വ്യക്തമായ തെളിവില്ലാത്തതുകൊണ്ട് 1ഉം 2ഉം പാലങ്ങളുടെ പരിസരത്ത് പരിശോധന നടത്തണം. 2-ൽ നിന്നുള്ള വെള്ളത്തിന്റെ സാമ്പിളുകൾ എടുക്കണമെന്നും പറയുന്നു. മൃതദേഹം ഒഴുകി ഐലൻഡിലെ ഈ വാർഫിലെത്തി എന്ന നിഗമനം ഉറപ്പിക്കാൻ വേലിയിറക്ക സമയങ്ങളിലെ ഈ ഡൈഡൽ സർക്കിളുകളുടെ എണ്ണം കണക്കിലെടുത്ത് ഒരിക്കൽ കൂടി വിലയിരുത്തണം തുടങ്ങിയവയാണ് കോടതിയുടെ നിർദ്ദേശം. എന്നാൽ ക്രൈംബ്രാഞ്ചിനെ വീണ്ടും ഏൽപ്പിച്ചിട്ട് എന്ത് കാര്യമെന്ന് മിഷേലിന്റെ അച്ഛൻ ഷാജി വർഗീസും ചോദിക്കുന്നു. 7 വർഷം കഴിഞ്ഞും ഇന്നും ഷാജി വർഗീസിന്റെ കണ്ണുകളിലുണ്ട് സ്വന്തം ചോരയെ നഷ്ടപ്പെട്ടതിന്റെ തീരാവേദന. വളർത്തി വലുതാക്കിയ മകൾ ഒപ്പമില്ല എന്ന യാഥാർത്ഥ്യം ഈ നിമിഷം എത്തുകയാണ് കുടുംബത്തിന്. എന്തായാലും വൈകിയ നീതി എന്നും നീതി നിഷേധമാണ്. ഇന്നും നീതിക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങളാണ് മിഷേലിന്റെ കുടുംബം ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നത്.